തരുൺ മൂർത്തി, നിങ്ങൾ ഇത് എന്നതാ ചെയ്തു വെച്ചേക്കുന്നത്? പറഞ്ഞു വരുന്നത് തുടരും സിനിമയെ പറ്റിയാണ്. തുടരും സിനിമ ഞാൻ കണ്ടു. വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പോൾ കുറച്ചുപേര് ഏതായാലും ഫാൻസ് ഒക്കെ, ഇപ്പം മോഹൻലാലിൻ്റെ ഫാൻസ് ഒക്കെ പറയും നല്ല കിടു സിനിമയെന്ന്, സ്വാഭാവികം നമ്മൾ കാണുന്നത്. പക്ഷേ ചില റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ കാണണമെന്ന് തോന്നി. എല്ലാവരും പറഞ്ഞു നല്ല സിനിമയാണ്, ലാലേട്ടനെ പഴയ ലാലേട്ടനായിട്ട് മലയാളിക്ക് കിട്ടി എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടാണ് എനിക്ക് വന്നാൽ കാണണമെന്ന് തോന്നി. ഞാനും കണ്ടു. എൻ്റെ പൊന്നു, അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീരമായ ഒരു സിനിമ തന്നെയാണ്. പഴയ മോഹൻലാലിനെ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റി. ഇത്രയും പ്രായമൊന്നും അങ്ങേർക്കൊരു പ്രശ്നമല്ല. അങ്ങേർക്ക് ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ ഇനിയും മലയാള സിനിമയിൽ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ ഏറെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാണ് തുടരും. പ്രധാനമായിട്ടും അതിലെ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ് മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ. പണ്ട് മുതൽ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇരുവരുടെയും. കാരണം കുറേ നാളിന് ശേഷം വീണ്ടും ഒരു കോമ്പോയിൽ ഇവരെ കാണാൻ സാധിച്ചു എന്നുള്ളത് അടിപൊളിയാണ്. അത് അവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്തു. തരുൺ മൂർത്തി എന്താണോ ലാലേട്ടന്, ഒരുപക്ഷെ തരുൺ മൂർത്തിയൊക്കെ കുറച്ചുകൂടി ലാലേട്ടനെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ലാലേട്ടനെ മലയാളികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രിയപ്പെട്ടതാക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ആ സ്ക്രീനുകളിൽ ഇരുവരെയും പ്രസൻറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. ശോഭനയും ലാലേട്ടനും തമ്മിലുള്ള ഒരു കോംബോ, അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ സ്നേഹം പ്രണയം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി സിനിമ എന്ന് തന്നെ പറയാം. നല്ലൊരു ഫാമിലി സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദൃശ്യം സിനിമ കണ്ടിട്ടില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടച്ചിങ് ഒക്കെ വരുന്നുണ്ട്. ലാലേട്ടൻ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തെ രക്ഷിക്കാനും, എന്നാൽ എന്താ പറയുന്നത്, തൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു മരണം, അത് ഏതാണെന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നാളെ ഞാനൊരു റിവ്യൂ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കൂടുതൽ പറയല്ലേന്ന്. അതുകൊണ്ട് എല്ലാവരും പോയി കാണുക. ആ കുടുംബത്തിനുണ്ടായ ഒരു നഷ്ടം, അതിൻ്റെ പ്രതികാരവും ഒപ്പം തന്നെ കുടുംബത്തെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു ആക്ഷനും ഒക്കെ, ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ തന്നെയാണ് തുടരും എന്ന സിനിമയിൽ. ഒരു നല്ല കഥയാണ്. തരുൺമൂർത്തിയും KR സുനിലും കൂടെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. തരുൺമൂർത്തി നമുക്കറിയാം, പുള്ളി തുടരും എന്ന സിനിമ വന്നപ്പോഴേ അറിയാം എന്തോ അതിലുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു 80 മാർക്ക് കൊടുത്ത് പോയി കാണാൻ ധൈര്യമായിട്ട്. എന്തായാലും പ്രധാനമായിട്ട് ഇത് നിർമ്മിച്ചത് രഞ്ജിത്താണ്. ചിപ്പിയാണ് ഇതിൻ്റെ നിർമ്മാതാവ്. പക്ഷെ അതിൻ്റെ ഒരു ഇല്ലാണ്ട് വളരെ സാധാരണ നമ്മൾ എങ്ങനെയാണോ ചിപ്പിയെ പണ്ട് കാണുന്നത് അതുപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ട് ഞാനേ അല്ലേ നിർമ്മിച്ചത്, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് ഇൻ്റർവ്യൂവിലൊക്കെ വരുന്നത്. അത്രയും പാവം നല്ലൊരു നടിയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും അതേ സ്വഭാവം, അതേ രീതിയിൽ ആ ഒരു എളിമയോട് കൂടി തന്നെയാണ് പലപ്പോഴും പല നിർമ്മാതാവിൻ്റെയും ഘനഗാംഭീര്യമൊന്നും ചിപ്പി പലപ്പോഴും കാണിക്കാറില്ല. പക്ഷേ ആ സിനിമയിൽ ആ ഒരു ഘനഗാംഭീര്യമുണ്ട്. പുറമേ അവരൊക്കെ എന്താ പറയുന്ന സാധു അല്ലെങ്കിൽ നല്ല ഒരു രീതിയിൽ ഇടപെടാൻ അറിയും. ഈ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോഴൊക്കെ വളരെ ആര് ചോദിച്ചാലും അതിന് കൃത്യമായ നല്ല മറുപടി കൊടുത്തുകൊണ്ട് എളിമയോടെ പോകുന്നത്. അങ്ങനെ എളിമയൊക്കെ എല്ലാവരും കാണിക്കണമെന്നല്ല പറഞ്ഞത്. എന്നാലും ഈ ചിലവരൊക്കെ എന്താ പറയുന്നത്, നിർമ്മാതാക്കളൊക്കെ കാണിക്കുന്ന വലിയ പ്രൗഢിയോ വലിയ അങ്ങ് വാതോരാതുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്, ഒരു നടിയാണ് ചിപ്പി. ഏതായാലും തുടരും അത് ചിപ്പി പറഞ്ഞതിലും മനോഹരമായ ഒരു സിനിമ തന്നെയാണ്. പ്രധാനമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആ ലാലേട്ടനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ മലയാളികൾക്ക് വേണ്ടി ചെയ്യാൻ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ചെയ്യാനുണ്ട്. അല്ലാതെ കുറേ കോട്ടർ ഷൂസൊക്കെ അണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിന് ഒട്ടും മാച്ചിങ് അല്ലാത്ത രീതിയിൽ പലരും മുതലെടുക്കുന്നത് ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ ഇനിയും മലയാളത്തിൽ ഉണ്ടാവട്ടെ. സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു സിനിമ, ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവട്ടെ. കാരണം ആ സിനിമയിൽ ചെന്നിരിക്കുമ്പം തന്നെ ഒരുപാടും ഈ നമുക്കറിയാം ലാലേട്ടൻ്റെ ചില കുസൃതികളും ചിരികളും ഈ പറഞ്ഞ തമാശകളും ആക്ഷനും എല്ലാം കൂടെ, ഈ ലാലേട്ടൻ ഇത്രയും വർഷം എന്താണോ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു അവിയൽ പരുവാണ് ഈ തുടരുന്ന സിനിമയിൽ. ഒരിടത്ത് ഇമോഷണൽ സീന്, കിരീടം പോലുള്ള സിനിമയിലെ ഇമോഷണൽ സീനാണെങ്കിൽ കിരീടത്തിലെ ആക്ഷൻ സീനുകൾ ഇതിനകത്ത് കാണാം. ദൃശ്യത്തിലെ ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങൾ കാണാം. എല്ലാം കൊണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു നാടൻ എന്ന വലിയൊരു ആക്ഷൻ ക്യാരക്ടറായിട്ടുള്ള മോഹൻലാൽ എന്ന ഷൺമുഖം എന്ന ബെൻസിനെ കാണാം. 3 പേരാണ് കേട്ടോ. മോഹൻലാലിനെ ഷൺമുഖമായിട്ടും ബെൻസായിട്ടുമാണ് പറയുന്നത്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാലേട്ടനും ലാലേട്ടൻ്റെ അംബാസഡർ കാറുമാണ്. അംബാസഡർ കാർ അതിലൊരു പ്രധാന കഥാപാത്രം തന്നെ. ആ ഒരു കാറിനോടുള്ള അഭേദ്യമായിട്ടുള്ള സ്നേഹവും ബന്ധവും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു കൂടത്തെയാണ്, സ്റ്റൺ മാസ്റ്റർ. അപ്പോൾ അതിൽ തന്നെ അറിയാം ലാലേട്ടൻ്റെ പഴയ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത്, സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അനുഭവവും കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് അതിനകത്തൊരു ഉരുൾപൊട്ടലൊക്കെ കാണിക്കുന്നുണ്ട്, ഈ മുണ്ടക്കയം ഉരുൾപൊട്ടലൊക്കെ. അത് ശരിക്കും ഞാൻ തന്നെ അതിശയിച്ചു, ഇതെങ്ങനെ ഇനി ഗ്രാഫിക്സിൻ്റെയൊക്കെ ഇതുകൊണ്ട് സഹായത്തോടാണ്. പക്ഷെ അല്ലാതെ ശരിക്കും ഒരു ഗോകുലത്തിൻ്റെ, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഗോകുലത്തിൻ്റെ ഒരു ഇതിൽ അവരുടെ ഈ ചിത്രീകരിക്കുന്ന എന്താ പറയുന്നത്, ഇത് ആ ഗോകുലത്തിൻ്റെ കമ്പനിയിൽ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്താ പറയുന്നത്, എനിക്കൊട്ടും സസ്പെൻസായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് മുണ്ടക്കയത്തിലൊരു ഉരുൾപൊട്ടൽ കാണിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി നേരത്തെ എങ്ങാനും എടുത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രാഫിക്സിലൂടെയൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് ശരിക്കും റിയലായിട്ട് അതിൻ്റെ ആ മണ്ണിടിച്ചിലൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഗോകുലത്തിൻ്റെ ഈ പറഞ്ഞുള്ള സ്റ്റുഡിയോയിൽ എന്താണ് അതിൻ്റെ ചിത്രീകരണവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തത്. ഇതിനകത്ത് എനിക്ക് വില്ലൻ കഥാപാത്രമായിട്ടുള്ള ആളിനെയാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. വില്ലൻ എന്ന് വെച്ചാൽ ലാലേട്ടന് ഒത്ത ഒരു വില്ലൻ തന്നെയാണെന്ന് പറയാം. അതിൽ ജോർജ് മാത്തൻ എന്നാണ് പേര്. DYSP റാങ്കിൽ, CA നിന്ന് DYSP റാങ്കിലോട്ട് പോകുന്ന പ്രകാശ് വർമ്മയാണ് ഇതിലെ ഈ പറഞ്ഞോണം വില്ലൻ കഥാപാത്രം. ഒപ്പം നമ്മുടെ ബിനു പപ്പുചേട്ടൻ്റെ മകനാണെന്ന് തോന്നുന്നു ബിനു പാപ്പു, അതും ഒരു വില്ലനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബിനുവിന് യഥാർത്ഥ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഭയങ്കര വ്യത്യസ്തം. ഞാൻ എന്നിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ഇത് തന്നെയാണോ എന്ന്. പക്ഷേ യഥാർത്ഥ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും ഒരു തനി വില്ലനായിട്ടൊക്കെ അവർ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസമാണ്. അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ എടുത്ത് കളഞ്ഞ് കുറേ വ്യത്യസ്തമായിട്ടാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ പ്രകാശ് വർമ്മ എന്ന ജോർജ് മാത്തൻ, എൻ്റെ അപ്പം ലാലിന് ഒത്ത വില്ലൻ എന്ന് തന്നെ പറയില്ലേ, ആ ഒത്ത വില്ലൻ തന്നെയാണ്. അപ്പം എന്താ പറയുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നും നമുക്ക് മാറ്റി നിർത്താം. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലെ പാട്ടുകളാണ്. കൺമണി പൂവേ എന്നൊക്കെ ഉള്ള പാട്ടുകൾ. അത് ഈ സിനിമ വരുന്നതിന് മുമ്പേ ഇൻസ്റ്റാ റീലുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിയ ഒരു പാട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. അതിൽ മിക്ക പാട്ടുകൾ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിൻ്റെ മേക്കിങ്, എല്ലാം കൊണ്ട് എഡിറ്റിംഗ് ഒക്കെ അടിപൊളി. അഡാർ എഡിറ്റിങ് ഒന്നും നമുക്കത് കട്ട് എത്തരത്തിലാണോ അതിൻ്റെ കണ്ടിന്യൂഷൻ പോകുന്ന ആ രീതിയിലൊക്കെ അത് പോയിട്ടുണ്ട്. ക്യാമറ എല്ലാം പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ക്യാമറ സീൻസൊക്കെ, ചില ആംഗിൾസൊക്കെ നമുക്കൊന്നും അസാധ്യമായിട്ടുള്ള ആംഗിൾ സീൻസ്, ആ കാടിനെയൊക്കെ പ്രതിനിധീകരിച്ചുള്ള ആംഗിൾ സീൻസ്, ഒരു വാമല്ലാത്ത ഒരു ഡാർക്ക് ചില ഇതൊക്കെ വരുന്നുണ്ട്, ക്യാമറ ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, അടിപൊളി എന്ന് പറയുന്നത്. ഈ രാത്രി നൈറ്റ് വരുന്ന ക്യാമറ ഇതൊക്കെ വരുന്നുണ്ട്. അതിൽ മോഹൻലാലിനെ കാണിക്കുന്നതും അതിൻ്റെ ആ ഒരു ഈ കാറ് പോകുന്നതും ഒക്കെ ആയിട്ടുള്ളത് അടിപൊളി. അത് ശരിക്കും നമ്മൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് കാണാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്തത്, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അതൊക്കെ. ഈ ഒരു തുടർന്ന് പറയുന്ന സിനിമ, ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇനി അത് തുടരട്ടെ. കാരണം ചിലപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വന്നാൽ കുറച്ചുകൂടി, ഞാൻ ചിന്തിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വരട്ടെ, കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അതിൽ ചെയ്യാൻ കഴിയട്ടെ. അതിൽ മണിയൻ പിള്ള രാജു ഉണ്ട്, ശോഭി തിലകനുണ്ട്, അങ്ങനെ കുറേ പേര് ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഏറ്റവും ഇതായിട്ട് നമ്മൾ ഈ ദൃശ്യം സിനിമയിൽ ലാലിനെ എങ്ങനെയാണോ, ലാലിനെ അതേപോലെ മീനയൊക്കെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഒരു ടച്ചിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫാമിലിയെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത്, എന്നാൽ വില്ലനെ കുറച്ചുകൂടി അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള സിനിമയാണ് അതിനകത്ത്, സീനുകളാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഇൻട്രോ വരുമ്പം തന്നെ അതിനകത്ത് ലാലിൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ വെച്ചുള്ളത്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത് ഒറിജിനൽ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവർ എഡിറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും. പക്ഷെ എന്നാൽ ആ പഴയ ലാലേട്ടനിലൂടെ നമ്മൾ ഓടിച്ചെന്നിട്ടാണ് ആ പുതിയ ലാലേട്ടനിൽ വരുന്നത്. മാത്രമല്ല നമുക്കറിയാം ഓഡിയൻസ് സിനിമയിലൊക്കെ ലാലേട്ടൻ്റെ മുഖത്തെ ഫീച്ചറൊക്കെ കുറേ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പഴയ ലാലേട്ടനായിട്ട് മുഖമൊക്കെ തൂങ്ങി ആ തോളൊക്കെ ചരിച്ച് ആ പഴയ ലാലേട്ടനായിട്ട് വരുന്നുണ്ട്. ഇതിനകത്ത്
ഇപ്പം ബിനു പാപ്പ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിരുന്നു, ഇതിനകത്ത് നല്ല അടിപൊളി ഒരു സീനുണ്ട്. മകൻ മരിച്ചതറിഞ്ഞു, ഞാൻ പറഞ്ഞുപോയി, മകൻ മരിച്ചതറിഞ്ഞ് ബാത്റൂമിൽ ഇങ്ങനെ കരയുന്ന ഒരു ലാലേട്ടൻ, മറ്റേ കിരീടത്തിലൊക്കെ ഇമോഷണലായിട്ട് കരയുന്ന ഒരു ലാലേട്ടനുണ്ടല്ലോ. അപ്പോൾ ആ ലാലേട്ടൻ വാവിട്ട് കരയുന്ന ഒരു ലാലേട്ടൻ, അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് വീഴുന്നുണ്ട്. അപ്പം നമ്മളും തോന്നുന്നു ഇത് ശരിക്കും ഈ മനുഷ്യൻ വീണതാണോ, തെന്നി അങ്ങനെ വീണതാണോ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തോന്നും. പക്ഷേ അത് ഒരിക്കലും തരുൺമൂർത്തി പറഞ്ഞതല്ല, ആ സീൻ അങ്ങനെ ചെയ്യും. ലാലേട്ടൻ കയ്യിൽ നിന്നിട്ട് സീനാണ്. അപ്പം അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, പലതും ലാലേട്ടൻ തന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം ഓക്കെയാണ്, പക്ഷേ അദ്ദേഹം തന്നെ ഒന്നും കൂടെ നമുക്ക് നോക്കാം ഇത് ശരിയായോ എന്ന്. അത്രയ്ക്ക് എന്താ പറയുക, ഇത്രയും വലിയ സീനിയർ ആക്ടറിൻ്റെ ഒരു ഇതൊന്നും കാണിക്കാതെ അത്രയും സിനിമ പാഷൻ എന്നല്ല, അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ തന്നെ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇത്തരത്തിലല്ലാതെ ഇനി ഏത് തരത്തിലാണ് മലയാള സിനിമയിൽ കൊണ്ടുവരേണ്ടത്? ഇത്തരത്തിലല്ലേ ഉപയോഗിക്കേണ്ടത്? ഇത്തരത്തിലല്ലേ പ്രേക്ഷകരിലേക്ക്, മലയാള സിനിമയിലേക്ക് ഈ ലാലേട്ടനെ കൊണ്ടുവരണ്ടേ? അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞോണം ഇത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിലാക്കി അദ്ദേഹത്തിനെ വേറെ ഒരു മനുഷ്യനാക്കിയേ വേണ്ട. ലാലേട്ടൻ എന്താണോ ആ ലാലേട്ടനായിട്ട് തന്നെ തുടരട്ടെ, അല്ലേ?